ഹായ് ഹലോ. മുട്ട നമുക്ക് ഒരുപാട് നാൾ എങ്ങനെ കേടുകൂടാതെ സ്റ്റോർ ചെയ്യാൻ പറ്റും, അതുപോലെ മുട്ട നമുക്ക് പെട്ടെന്ന് എങ്ങനെ പുഴുങ്ങിയെടുക്കാം, പുഴുങ്ങിയ മുട്ടയുടെ തോട് എങ്ങനെ കളഞ്ഞെടുക്കാം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചില സമയങ്ങളിൽ കടയിൽ നിന്ന് നമ്മൾ മുട്ട വാങ്ങുമ്പോൾ ഇതുപോലെ അഴുക്കൊക്കെ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ കഴുകാതെ ഒരിക്കലും മുട്ട ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യരുത്. കഴുകാനായിട്ട് ഞാനിവിടെ ബേസിനിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ വെള്ളത്തിലേക്ക് കുറച്ച് വിനെഗർ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ നമ്മൾ വിനെഗർ ഒഴിച്ച വെള്ളത്തിൽ മുട്ട കഴുകിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ മുട്ട കുറച്ച് നാളത്തേക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. നമുക്കിനി ആ വെള്ളത്തിൽ ഓരോ മുട്ടയും ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കാം. കഴുകുമ്പോൾ ശ്രദ്ധിക്കണം, മുട്ടയുടെ തോടൊന്നും പൊട്ടിപ്പോകാതെ. ഇങ്ങനെ വിനെഗർ ഒഴിച്ച വെള്ളത്തിൽ നമ്മൾ മുട്ട കഴുകിയെടുക്കുകയാണെങ്കിൽ മുട്ട പെട്ടെന്ന് ചീഞ്ഞു പോകുകയില്ല. മുട്ട ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓരോന്നായിട്ട് വളരെ സൂക്ഷിച്ച് വേണം ഇതുപോലെ കഴുകിയെടുക്കാനായിട്ട്. ഇപ്പം ഞാൻ എല്ലാം തന്നെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊക്കെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. നമ്മൾ കറക്റ്റായ രീതിയിലല്ല സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ മുട്ട പെട്ടെന്ന് ചീഞ്ഞു പോകും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ മുട്ട സ്റ്റോർ ചെയ്യുന്നത്, അതായത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ആദ്യം കാണിച്ചു തരാം. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഫ്രിഡ്ജിൽ മുട്ട സ്റ്റോർ ചെയ്യാനായിട്ട് ഇതുപോലൊരു ട്രേ ഉണ്ടാകും. ഈ ഒരു ട്രേയിൽ മുട്ട എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ മുട്ടയുടെ പോയിൻറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഭാഗം താഴേക്ക് വരത്തക്ക രീതിയിൽ വേണം ഈ ട്രേയിൽ സ്റ്റോർ ചെയ്യാനായിട്ട്. അങ്ങനെ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ മുട്ട പെട്ടെന്ന് ചീത്തയാകുകയില്ല. മുട്ടയുടെ ആ പോയിൻറ്റഡ് ഭാഗം അല്ലാതെ ആ ബൾജിങ് ഭാഗം താഴേക്ക് വരത്തക്ക രീതിയിൽ സ്റ്റോർ ചെയ്യുമ്പോഴാണ് മുട്ട നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കാനൊക്കെ എടുക്കുന്ന ടൈമിൽ വൈറ്റും യെല്ലോയും കൂടെ മിക്സ് ആയിട്ടൊക്കെ ആവുന്നത്. ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് വൈറ്റും യെല്ലോയും നല്ല രീതിയിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് മുട്ട കൂടുതലായി വാങ്ങുന്ന ടൈമിൽ ഫ്രിഡ്ജിലല്ല നമ്മൾ പുറത്താണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതുപോലുള്ള ബോക്സുകളിലോ അല്ലെങ്കിൽ നമ്മൾ മുട്ട കൊണ്ടുവരുന്ന കേസിലോ തന്നെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതെങ്കിൽ നമ്മൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ കുറച്ച് ഓയിൽ നമ്മൾ കയ്യിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഓരോ മുട്ടയിലും ആ ഓയിൽ, ഏത് ടൈപ്പ് ഓയിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് കുക്കിംഗ് ഓയിലും നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. ആ ഓയിൽ നമ്മളിതുപോലെ മുട്ടയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഏത് ബോക്സിലാണോ സ്റ്റോർ ചെയ്യുന്നത് അതിൽ സ്റ്റോർ ചെയ്യുവാണെങ്കിൽ, പുറത്താണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ കൂടിയും ഒരുപാട് നാൾ കേടുകൂടാതെ നമുക്ക് മുട്ട സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു രീതിയിൽ നമ്മൾ ഫ്രിഡ്ജിലല്ലാണ്ട് പുറത്ത് തന്നെ മുട്ട സ്റ്റോർ ചെയ്താലും കുറേ അധികം നാൾ കേടുകൂടാതെ തന്നെ മുട്ട ഇരിക്കും. ഇപ്പം നമ്മൾ മുട്ട കേടുകൂടാതെ ഫ്രിഡ്ജിനുള്ളിലും അതുപോലെ തന്നെ പുറത്തും എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് നോക്കി. ഇനി ചിലരുടെയൊക്കെ പ്രശ്നമാണ് മുട്ട പുഴുങ്ങുമ്പോൾ തോട് പൊട്ടിയിട്ട് പുറത്തേക്ക് വരുന്നതും അതുപോലെ തന്നെ പുഴുങ്ങാൻ കുറേ അധികം ടൈം എടുക്കുന്നതൊക്കെ. അപ്പോൾ ഇനി അതെങ്ങനെ പരിഹരിക്കാമെന്നുള്ളതാണ് അടുത്ത ടിപ്പ്. അതിനായിട്ട് നമ്മൾ മുട്ട പുഴുങ്ങുന്ന ടൈമിൽ ഇതുപോലെ കുറച്ച് വിനെഗർ നമ്മൾ മുട്ട പുഴുങ്ങുന്ന വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ മുട്ട പൊട്ടി ഉള്ളിലേക്ക് വെള്ളം കയറുകയില്ല. അതുപോലെ തന്നെ വിനെഗറിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ സവാളയുടെ തൊലി വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പെട്ടെന്ന് നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കാനായിട്ട് ഇതുപോലെ കുക്കറിലേക്ക് മുട്ട ഇട്ട് കൊടുത്തതിന് ശേഷം വിസിൽ വെക്കരുത്. അതിനുശേഷം ഇതുപോലെ ആ പ്രഷർ വരുന്നൊരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുത്താൽ മതി. ഇങ്ങനെയാണ് നമ്മൾ മുട്ട പുഴുങ്ങിയെടുക്കുന്നതെങ്കിൽ മുട്ട കറിയുടെ മസാല തയ്യാറാക്കുന്ന ആ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്ക് അടുത്ത അടുപ്പിൽ മുട്ടയും പുഴുങ്ങിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പം നോക്കിയാൽ നമ്മൾ ആ വിനെഗർ ഒഴിച്ച് മുട്ട പുഴുങ്ങിയെടുത്തത് കൊണ്ട് തന്നെ നമ്മുടെ മുട്ടയൊന്നും പൊട്ടി ഉള്ളിലേക്ക് വെള്ളമൊന്നും കയറിയിട്ടില്ല. വിനെഗർ ഇല്ലെങ്കിൽ നമുക്ക് വിനെഗറിന് പകരമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സവാളയുടെ തൊലിയോ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പോ ഇട്ടിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കാനായിട്ട് പറ്റും. അടുത്ത ടിപ്പ് നമ്മൾ പുഴുങ്ങിയ മുട്ട എങ്ങനെ പെട്ടെന്ന് തോല് കളഞ്ഞെടുക്കാമെന്നുള്ളതാണ്. ചില സമയങ്ങളിലൊക്കെ നമ്മൾ തോല് കളഞ്ഞെടുക്കുമ്പം മുട്ട തോടിനകത്ത് തന്നെ കുറച്ചധികം മുട്ട പോകാറുണ്ട്. ഈ ഒരു രീതിയിലാണെങ്കിൽ നമുക്ക് മുട്ടത്തോടിൽ ഒട്ടും തന്നെ മുട്ട പോകാതെ കിട്ടും. അതിനായിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ ആ പുഴുങ്ങിയ മുട്ട ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഷേക്കാക്കി കൊടുത്താൽ മതി. അങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മുട്ടയുടെ തോല് കളഞ്ഞു കിട്ടും.
മുട്ടയുടെ തോല് കളഞ്ഞു കിട്ടുമെന്ന് മാത്രമല്ല മുട്ട ഒട്ടും തന്നെ ആ മുട്ടത്തോടിനുള്ളിൽ പോകുകയുമില്ല. നമ്മളെല്ലാവരും വീട്ടിൽ മുട്ട ഓംലേറ്റ് തയ്യാറാക്കാറുണ്ട്. ഇപ്പം ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത് ഒരു മുട്ട ഉപയോഗിച്ചിട്ട് ഡബിൾ ഓംലേറ്റിൻ്റെ വലിപ്പത്തിൽ അല്ലെങ്കിൽ അത്രയും ക്വാണ്ടിറ്റിയിൽ എങ്ങനെ നമുക്ക് മുട്ടയപ്പം ഉണ്ടാക്കാമെന്നുള്ളതാണ്. അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സവാളയും മുളകുമൊക്കെ എടുത്ത് അതിലേക്ക് നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഡബിൾ ഓംലേറ്റിൻ്റെ സൈസിൽ വരാനായിട്ട് നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് കാച്ചാത്ത പാലാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ഒക്കെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഓംലേറ്റ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പം നിങ്ങൾ ഏത് രീതിയിലാണെന്ന് വെച്ചാൽ ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേ 1-2 ടേബിൾ സ്പൂണോളം പച്ചപ്പാൽ, നമ്മൾ കാച്ചാത്ത പാൽ കൂടി ചേർത്ത് ഇതുപോലൊന്ന് അടിച്ചെടുത്ത് നമ്മൾ ഓംലേറ്റ് തയ്യാറാക്കിയെടുക്കുകയാണെങ്കിൽ ഒരു ഡബിൾ ഓംലേറ്റിൻ്റെ സൈസിൽ നമുക്ക് ഒരൊറ്റ മുട്ട ഉപയോഗിച്ചിട്ട് ഓംലേറ്റ് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പം നോക്കിയേ, ഞാൻ ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ആ ഒരു ഓംലേറ്റിൻ്റെ സൈസൊക്കെ. ഇതുപോലെ നമ്മൾ പാലും കൂടി ചേർത്ത് ഓംലേറ്റ് തയ്യാറാക്കുമ്പോൾ ഓംലേറ്റിൻ്റെ സൈസ് കൂടുമെന്ന് മാത്രമല്ല ഒരു പ്രത്യേക ടേസ്റ്റും കൂടാണ്. നിങ്ങൾ ഇതുവരെ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ. കുട്ടികളൊക്കെയുള്ള വീട്ടിൽ അമ്മമാർ മുട്ടയൊക്കെ പുഴുങ്ങി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. പിന്നീട് നമുക്കത് ചൂടാക്കിയെടുക്കാനായിട്ട് വെള്ളമൊക്കെ തിളപ്പിച്ചെടുക്കണം. ഇനി അങ്ങനെയൊന്നും നമുക്ക് ബുദ്ധിമുട്ടേണ്ടതില്ല. അതിനായിട്ട് ഇതുപോലെ ഒരു കയ്യിൽ നമ്മൾ മുട്ട ഗ്യാസിൻ്റെ മുകളിലേക്ക് ഒരു മിനിറ്റ് ഒന്ന് കാണിച്ചാൽ മതി. പെട്ടെന്ന് തന്നെ നമുക്കത് ചൂടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതുപോലെ ഞാൻ മുട്ടത്തോട് ഉപയോഗിച്ച് നമ്മുടെ കിച്ചണിൽ ഉപയോഗപ്രദമായിട്ടുള്ള കുറച്ച് ടിപ്പുകളും ഞാനൊരു വീഡിയോ ആയിട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിലും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.